തമിഴ്നാട് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച കുപ്പുസ്വാമി അണ്ണാമലെ എന്ന കെ അണ്ണാമലെ ഡൽഹിയിലേക്ക് തൻ്റെ ചുവട് ഉറപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് BJPയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനം കിട്ടുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്താണ് ഇതിൻ്റെ വിശദാംശം? വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. കാരണം തുടക്കം മുതൽ തന്നെ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി വരുമെന്നായിരുന്നു ചർച്ചകളുണ്ടായിരുന്നത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി. കാരണം ഇപ്പോൾ BJPക്ക് സംസ്ഥാന ദേശീയ അധ്യക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയുണ്ടല്ലോ. കാരണം പഴയ JP നഡ്ഡ കേന്ദ്രമന്ത്രിയായി പോയി. അതിന് ആ ഒരു സ്പേസ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ സ്ഥലത്തേക്ക് കിഷൻ റെഡ്ഡിയുടെ പേരായിരുന്നു തുടക്കം മുതൽ തന്നെ ഉയർന്നു കേട്ടത്. കാരണം പല കാലങ്ങളിലും പ്രത്യേകിച്ച് ഇക്കാലത്തിലെ സൗത്ത് കട്ടെന്ന രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു കേൾക്കുന്ന ഈ കാലത്ത് അദ്ദേഹം വലിയ രീതിയിൽ തന്നെ തെലങ്കാനയിൽ BJPയെ വളർത്തിയൊരു നേതാവ് കൂടിയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റായിരുന്നെങ്കിൽ ഈ 2024 വരുമ്പോൾ 8 സീറ്റിലേക്ക് BJPയെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കിഷൻ റെഡ്ഡി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ BJPയുടെ ദേശീയ അധ്യക്ഷനാക്കുമെന്ന ചർച്ചകൾക്കിടയിലായിരുന്നു. അപ്പോഴേക്ക് അദ്ദേഹം ആ ആഭ്യന്തര സഹമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് അണ്ണാമലെ വരുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു നീക്കമല്ല നിലവിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ അണ്ണാമലെ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനാകുമെന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഉയർന്നു വരുന്നത്. അപ്പോഴും അദ്ദേഹത്തിന് ഒരു യോജിച്ചൊരു സ്ഥലം തന്നെയാണ് ഈ യുവമോർച്ചയും. കാരണം അതൊരു യുവജനങ്ങളുടെ സംഘടനയാകുമ്പോൾ നമുക്കറിയാമല്ലോ, എപ്പോഴും സമരങ്ങൾ നയിക്കണം, എപ്പോഴും അഗ്രസീവ് ആയി നിൽക്കണം, എല്ലാ കാര്യങ്ങളിലും ഇടപെടണം. പ്രത്യേകിച്ച് BJP പോലുള്ള ഒരു സംഘടന, നമ്മുടെ നാം കേട്ടിട്ടുള്ള ഒരു അഖിലേന്ത്യാ സംഘടനയുണ്ടല്ലേ, DYFI. അങ്ങ് ആമസോണിൽ കാട് കത്തുമ്പോഴും കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ ചെഗുവേരയുടെ കൊടി ഉയർത്തുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഇടപെടുന്ന ആ സംഘടനയെ പോലെയുള്ള ഒരു സംഘടനയല്ല. അവർക്കിപ്പോൾ അഖിലേന്ത്യ എന്ന പേര് മാത്രമേ ഉള്ളൂ. ഒരു ത്രിപുരയും ഒരു ബംഗാളും ഒരു കേരളവും മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെയല്ല, BJP ആവുമ്പോൾ പല സംസ്ഥാനങ്ങളിലും മുഴുവൻ സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള ഇപ്പോൾ അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ അവർക്ക് സമരം ചെയ്യേണ്ട ആവശ്യം കാണില്ല. പക്ഷെ അതിനേക്കാൾ അവർ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രതിപക്ഷത്തുള്ള ഒന്നിൽ മുൻപ് അധികാരത്തിൽ ഇരുന്നതോ ഇനി അധികാരത്തിൽ വരാൻ കഴിയുന്നതോ ആയ സംസ്ഥാനങ്ങളുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. ആ രീതിയിൽ അദ്ദേഹത്തിന് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാനുള്ള ചിലപ്പോൾ തമിഴ്നാടെന്ന ചെറിയൊരു സംസ്ഥാനത്തെക്കാളും തമിഴ്നാടെന്ന ഒരു ചെറിയ സംസ്ഥാനത്തെക്കാൾ ഇന്ത്യ എന്ന വലിയൊരു പ്രദേശത്തേക്ക് അദ്ദേഹത്തെ തുറന്നുവിടാനുള്ള ഒരു അവസരമായാണ് അമിത്ഷാ കണ്ടിരിക്കുന്നത്. പക്ഷെ അത് അദ്ദേഹം അർഹിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം 2020 BJPയിലേക്ക് ചേരുന്നത്. ഉടൻ തന്നെ അപ്രതീക്ഷിതമായി BJPയുടെ പ്രസിഡന്റായി വരുന്നു. അപ്പോഴും എല്ലാവരും പ്രതീക്ഷിച്ചു അദ്ദേഹത്തെ പോലെ രാഷ്ട്രീയം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു യുവാവിന് ഈ തമിഴ്നാട് പോലെ പെരിയോർ ഉഴുതുമതി മറിച്ചൊരു മണ്ണിൽ, BJP അടുപ്പിക്കാത്തൊരു മണ്ണിൽ, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കൊടിക്കൂറ ഇങ്ങനെ പറക്കുന്ന ഒരു മണ്ണിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചപ്പോഴാണ് അദ്ദേഹം ഓരോ വീടാന്തരം പോയി BJPയെ വളർത്തുന്ന കാഴ്ച കണ്ടു. പല സർവേകൾ പോലും, തെരഞ്ഞെടുപ്പ് സർവേകളിൽ പോലും അണ്ണാ DMKയേക്കാൾ വലിയൊരു പ്രതിപക്ഷ പാർട്ടിയായി BJP അവിടെ മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം, പ്രതിപക്ഷ പാർട്ടികൾ പലതായി ചിന്നിച്ചിതർന്നു. ഭരിക്കുന്ന കക്ഷിയ DMK ഒറ്റക്കെട്ടായി നിന്നു. അവർ കോൺഗ്രസ് ആയാലും CPM ആയാലും അടക്കമുള്ള എല്ലാ പാർട്ടികളെയും ഒറ്റക്കെട്ടാക്കി അവർ മത്സരത്തിനിറങ്ങി. അവിടുത്തെ മുഴുവൻ സീറ്റുകൾ അവർക്ക് തൂത്തുവാരാൻ കഴിഞ്ഞിരുന്നു. മറിച്ച് BJPയും അവിടെ പട്ടാണി മക്കൾ കക്ഷിയും അടക്കമുള്ള അണ്ണാ DMK അടക്കമുള്ള പാർട്ടികൾ ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ, ഇവർ ഒറ്റക്കെട്ടായി മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ 10ലധികം സീറ്റുകൾ ഇവർക്ക് ഒറ്റയ്ക്ക് വിജയിക്കാനുള്ള ശക്തി ആ മണ്ണിലുണ്ടായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി BJP തന്നെ നോക്കിക്കാണുന്നത് അത് ഈ അണ്ണാമലെ തന്നെയാണ്. അണ്ണാമലെ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പാർട്ടി വളർത്തിയെന്ന് പറയുമ്പോഴും ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, ഈ സഖ്യകക്ഷികളെ കൂടെ കൂട്ടുക എന്നത് കൂടി ചെയ്യേണ്ടതാണ്. പക്ഷെ അത്തരത്തിൽ അണ്ണാമലയ്ക്ക് കഴിഞ്ഞില്ല. കാരണം ഈ അണ്ണാ DMK എന്നൊരു പാർട്ടിയുമായി സഖ്യത്തിൽ ചേരുമ്പോൾ തന്നെ അവരുടെ പ്രധാന നേതാവായ
ജയലളിത ഉൾപ്പെടെയുള്ളവരെ നിരന്തരം വിമർശിക്കുകയും അവരുടെ അഴിമതി തുറന്നു കാട്ടുന്ന ഒരു രീതിയിലേക്ക് പോയി. പക്ഷെ അത് ജനങ്ങൾ വലിയ രീതിയിൽ അംഗീകരിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അതൊരു പരാജയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ BJPയുടെ മുന്നിൽ, ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വേറെ വഴിയില്ല. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തന്നെ സ്റ്റാലിനെ അവിടെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും. അദ്ദേഹത്തിന്റെ നടപടികൾ ഇപ്പോൾ ഇന്ത്യയെ ബാധിക്കുന്ന, ഭരണഘടനയെ ബാധിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയുമായി ബന്ധപ്പെട്ടത്, കാരണം ഇതെല്ലാം ഒരു സെൻസിറ്റീവായ വിഷയം തന്നെ അദ്ദേഹം വലിയ രീതിയിൽ ഉയർത്തിവിടുകയാണ്. ഇത് വലിയ കലാപത്തിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അദ്ദേഹം ഹിന്ദിയുമായി ബന്ധപ്പെട്ട് ഹിന്ദി പഠിക്കില്ല, പോടാ ഹിന്ദി അല്ലേ, അങ്ങനെ ഹിന്ദി തെരിയാതെ അങ്ങനെ ഹിന്ദി ഭാഷയെ ഒരു അപമാനിക്കുന്ന രീതിയിൽ പോകുന്നു. പിന്നീട് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ളവർ എല്ലാവരും പ്രസവിച്ച് ജനസംഖ്യ കൂട്ടുന്നു, ഞങ്ങളുടെ സൗത്ത് ഇന്ത്യക്കാർ അങ്ങനെയല്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഇപ്പോൾ സ്വയംഭരണ അവകാശം, അങ്ങനെ നമ്മുടെ രാജ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന, രാജ്യത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഇദ്ദേഹം മാറുകയാണ്. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് അദ്ദേഹം പെരുമാറുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ഏത് വിധേനയും പരാജയപ്പെടുത്തുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ അണ്ണാമലയെ BJP മാറ്റുകയും അതിനുശേഷം തന്നെ അദ്ദേഹം മാറിയത് 2 ദിവസത്തിനകം തന്നെ പുതിയ സഖ്യപ്രഖ്യാപനം ഉണ്ടാകുന്നു, പുതിയ പ്രസിഡന്റ് വരുന്നു. എടപ്പാടി പളനിസ്വാമിയുമായി BJPയുടെ അമിത്ഷാ സഖ്യപ്രഖ്യാപനം നടത്തുകയാണ്. ആ രീതിയിൽ BJP തമിഴ്നാട് രാഷ്ട്രീയം അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ആ മാറ്റങ്ങൾ സംഭവിക്കുന്ന ആ ദിവസം തന്നെയായിരുന്നു ഈ പത്രസമ്മേളനം നടന്നത്. അമിത്ഷായോട് ആ ചോദ്യം ചോദിച്ചു, അങ്ങനെ അണ്ണാമലയെ താങ്കൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ, അണ്ണാമലയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ അമിത്ഷാ പറയുന്നത്, വരും നാളുകളിൽ എനിക്കും ദേശീയ രാഷ്ട്രീയത്തിനും അണ്ണാമല ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നൊരു ധ്വനിയിൽ അദ്ദേഹം മറുപടി നൽകുന്നു. അത് തന്നെയാണ് ഇപ്പോൾ അവിടെ കൃത്യമാകുന്നത്. അണ്ണാമലയെ യുവമോർച്ചയുടെ സംസ്ഥാന ദേശീയ അധ്യക്ഷനാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ മുൻഗാമിയായുള്ള ഒരു നേതാവും ഇന്ത്യയിലെ വലിയ ജനങ്ങൾ അറിയപ്പെടുന്ന യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണല്ലോ തേജസ്വി സൂര്യ. അദ്ദേഹവും ഇതുപോലെ തന്നെ വലിയ രീതിയിൽ, പ്രത്യേകിച്ച് ഉയർന്നു വന്ന് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ തരംഗമായി മാറിയതാണ്. അതിനു മുൻപ് പങ്കജ മുണ്ടെ ആയിരുന്നു, അതും മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു കരുത്തുറ്റ നേതാവായിരുന്നു. അങ്ങനെ എല്ലാ കാലത്തും അടുത്ത തലമുറയിൽ ഈ നേതാക്കളെല്ലാം ചർച്ച ചെയ്യുന്നതോ പ്രധാനമന്ത്രിയുമായി ഭാവി പ്രധാനമന്ത്രിയായാണ് ജനങ്ങൾ കാണിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ആ രീതിയിൽ മികച്ച നേതാക്കളാണ്. ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം അത് BJP നൽകുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൽ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ കോൺഗ്രസ് കണ്ടിട്ടില്ല, കോൺഗ്രസ് പല നേതാക്കളെ ഉയർത്തിക്കാട്ടും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളെ ഉയർത്തിക്കാട്ടും. CPM ഉയർത്തിക്കാട്ടാറുണ്ട്, മുഹമ്മദ് റിയാസും ഷംസീറും അടക്കമുള്ള നേതാക്കൾ, ചിന്തോ ജെറോം, ജെയ്ക് തോമസ്, അങ്ങനെ വലിയ ആഗോള നേതാക്കളെ ഉയർത്തിക്കാട്ടും. പക്ഷെ അവരെല്ലാം ഈ പാർട്ടി ഉയർത്തിക്കാട്ടുകയാണ്, ജനങ്ങൾക്ക് വലിയ രീതിയിൽ വലിയ സംഭവമായി കാണുന്നില്ല. പക്ഷെ BJP അങ്ങനെയല്ല. ഈ തേജസ്വി സൂര്യ ആയാലും ഈ ദേവേന്ദ്ര ഫട്നാവിസ് ആയാലും അണ്ണാമലയായാലും അങ്ങനെ ഒരു പിടി മികച്ച നേതാക്കളെ ഇപ്പോൾ തന്നെ ഉയർത്തിക്കാട്ടാൻ BJPക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു മുഖമാണ് അണ്ണാമല. അദ്ദേഹത്തിന് അത്രയും ഒരു മുൻ IPSകാരനാണ്. ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് പലപ്പോഴും നാം അങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ വിദ്യാഭ്യാസവുമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് ഈ താഴെക്കിടയിൽ വന്ന് ജനങ്ങൾക്കിടയിൽ സംസാരിക്കാനോ അവരോടൊപ്പം ഇരിക്കുവാനോ കഴിയാത്തൊരവസ്ഥയുണ്ട്. അത് നാം ഒന്നും വേണ്ട, തമിഴ്നാട്ടിൽ തന്നെ ഇപ്പോൾ നിലവിൽ കാണുന്നതാണ്. അത് ഉദയനിധി സ്റ്റാലിൻ എന്ന നേതാവുമാണ്. അദ്ദേഹം അച്ഛൻ്റെ മകനായി ജനങ്ങൾക്കിടയിൽ വരുമ്പോൾ എങ്ങനെ ജനങ്ങളുമായി പെരുമാറണമെന്ന് അദ്ദേഹത്തിന് അറിയാത്തൊരവസ്ഥയുണ്ട്. മറിച്ച് ആ അവസ്ഥയല്ല അണ്ണാമലയ്ക്കുള്ളത്. അണ്ണാമല എന്തായാലും കരുത്തനാണ്. വരുന്ന നാളുകളിൽ അദ്ദേഹം യുവമോർച്ചയുടെ നായകനായി മാറും. വലിയ സമരങ്ങളായിരിക്കും കാണാൻ പോകുക. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലായിരിക്കും അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ഇനി കേന്ദ്രീകരിക്കാനുള്ള സാധ്യത കാണുക. കാരണം പല പ്രദേശങ്ങളിലും BJP അവരുടെ സർക്കാരുകൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് തെലങ്കാനയും തമിഴ്നാടും കേരളവും അടക്കമുള്ള കർണാടകയും അടക്കമുള്ള പ്രദേശങ്ങളിലാണ്. ഈ പ്രദേശങ്ങളിലായിരിക്കും ഇനി അണ്ണാമലയുടെ കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കുക.